നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ RC ബുക്കിൽ എങ്ങനെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. രണ്ട് രീതിയിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും മറ്റൊന്ന് RTO ഓഫീസിൽ നേരിട്ട് ചെന്ന് അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ വീഡിയോയിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയ ശേഷം പരിവാഹൻ സേവ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് വരുന്നത് parivahan.gov.in എന്ന വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ ഓൺലൈൻ സർവീസിൽ എന്ന ഓപ്ഷനിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് സ്റ്റേറ്റ് എന്ന സ്ഥലത്ത് കേരളം സെലക്ട് ചെയ്ത് നൽകുക. ശേഷം വെഹിക്കിൾ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ വണ്ടി നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ഇവിടെ ഏത് വണ്ടിയുടെ RCയിലാണോ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ വണ്ടി നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. എൻ്റർ ചെയ്ത് നൽകിയ ശേഷം താഴെ കാണുന്ന ബോക്സിൽ ടിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശേഷം ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇവിടെ പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം മറ്റൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ഈ പേജിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പർ ആധാർ ബേസ്ഡ് അപ്ഡേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ വണ്ടിയുടെ ചേസ് നമ്പറിലെ അവസാന 5 അക്കം എൻ്റർ ചെയ്ത് നൽകി വെരിഫൈ ഡീറ്റെയിൽ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ശേഷം ഇങ്ങനൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ ആധാർ OTP എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ഡിക്ലറേഷൻ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ഗെറ്റ് OTP എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതായിരിക്കും. ശേഷം താഴെ വരുന്ന ബോക്സിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന OTP എൻ്റർ ചെയ്ത് നൽകുക. OTP എൻ്റർ ചെയ്ത് നൽകിയതിന് ശേഷം താഴെ കാണുന്ന വാലിഡേറ്റ് OTP എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് OTP വാലിഡേറ്റ് ചെയ്യുക. ശേഷം ഇങ്ങനെയൊരു പേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ ബോക്സിൽ ആദ്യമായി വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് നൽകിയ ശേഷം രണ്ടാമതായി കാണുന്ന ചേസ് നമ്പർ എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ RC ബുക്കിൽ കാണുന്ന ചേസ് നമ്പർ ഫുള്ളായി എൻ്റർ ചെയ്ത് നൽകുക. ചേസ് നമ്പർ എൻ്റർ ചെയ്ത ശേഷം അടുത്തതായി എൻജിൻ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. നിങ്ങളുടെ RC ബുക്കിൽ കാണുന്ന എൻജിൻ നമ്പർ അതുപോലെ തന്നെ ഫുള്ളായി എൻ്റർ ചെയ്ത് നൽകുക. എൻജിൻ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ വാലിഡിറ്റി എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഷോ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ശേഷം ഇങ്ങനൊരു പേജ് ഇവിടെ വരുന്നതാണ്. ഇതിവിടെ ആദ്യത്തെ ഓപ്ഷനിൽ ആധാറിലെ പോലെ നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്ത് നൽകുക. ശേഷം രണ്ടാമതായി വരുന്ന ബോക്സിൽ നിങ്ങളുടെ ആധാറുമായി ബന്ധിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ശേഷം ഐ എഗ്രി എന്ന ബോക്സ് ടിക്ക് ചെയ്ത ശേഷം വെരിഫൈ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. പഴയ മൊബൈൽ നമ്പറും ഓണറുടെ നെയിമും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആകുന്നതാണ്.